നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ ഒരു പ്രതിരോധ വാർത്തയിലേക്കാണ് നാം ഇന്ന് നോക്കുന്നത്. സാധാരണയായി യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സുരക്ഷിതമായ കമാൻഡ് സെന്ററുകളിൽ ഇരുന്ന് നിർദ്ദേശങ്ങൾ നൽകുകയാണ് പതിവ്. എന്നാൽ ഇവിടെ കഥ മാറുകയാണ്. ഇറാന്റെ ഹൃദയഭാഗമായ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ ഒരു അപ്രതീക്ഷിത സാന്നിധ്യമുണ്ടായിരുന്നു. ഇസ്രയേൽ വ്യോമസേനാ തലവൻ മേജർ ജനറൽ തോമർ ബാർ നേരിട്ട് ഒരു F-15 യുദ്ധവിമാനത്തിൽ പറന്ന് ഈ ഓപ്പറേഷനിൽ അദ്ദേഹം പങ്കുചേർന്നു. ഇസ്രയേൽ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണിത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ദി ടൈംസ് ഓഫ് ഇസ്രയേലും N12 റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും ഭരണകൂടവുമായി ബന്ധപ്പെട്ട താവളങ്ങൾക്കും നേരെ നടന്ന ആക്രമണത്തിലാണ് തോമസ് ബാർ നേരിട്ട് പങ്കെടുത്തത്. ഒരു വ്യോമസേനാ മേധാവി നേരിട്ട് ശത്രുരാജ്യത്തിന്റെ ആകാശത്തേക്ക് യുദ്ധവിമാനം പറത്തി പോകുന്നത് ആ സൈന്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 100-ലധികം യുദ്ധവിമാനങ്ങളാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത്. അതിൽ ഒരു യുദ്ധവിമാനത്തിൽ മേജർ ജനറൽ തോമസ് ബാർ ഉണ്ടായിരുന്നു എന്നത് ഇറാനോടുള്ള ഇസ്രയേലിന്റെ വ്യക്തമായ ഒരു സന്ദേശമാണ്. ഞങ്ങളുടെ കരുത്ത് എവിടെയും എത്താൻ പ്രാപ്തമാണ് എന്നത്. ഈ ഓപ്പറേഷനിൽ മറ്റൊരു ചരിത്രപരമായ നേട്ടം കൂടി ഇസ്രയേൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ അദൃശ്യ പോരാളിയായ F-35 യുദ്ധവിമാനം ഇറാന്റെ ഒരു യാഗ്-130 യുദ്ധവിമാനത്തെ ആകാശ പോരാട്ടത്തിൽ വെടിവെച്ചിട്ടു. ലോക ചരിത്രത്തിൽ തന്നെ ഒരു F-35 യുദ്ധവിമാനം മറ്റൊരു വിമാനത്തെ ആകാശത്ത് വെച്ച് വീഴ്ത്തുന്നത് ഇതാദ്യമായായിരുന്നു. റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഇറാൻ വ്യോമസേനയ്ക്ക് ഇതൊരു കനത്ത പ്രഹരമാണ്. ഇറാന്റെ റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിലാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിൽ വരെ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വ്യോമാക്രമണം മിഡിൽ ഈസ്റ്റിലെ സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട മിസൈൽ നിർമ്മാണ ശാലകൾ തകർത്തുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇസ്രയേൽ വ്യോമസേനാ തലവന്റെ നേരിട്ടുള്ള പങ്കാളിത്തം ഈ യുദ്ധത്തിൽ മറ്റൊരു ടേണിംഗ് പോയിന്റാണ്. ഏതായാലും പ്രതിരോധ രംഗത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ധീരമായ നേതൃത്വവും ഒത്തുചേർന്ന ഒരു ഓപ്പറേഷനാണ് കഴിഞ്ഞ ദിവസം ഇറാനിൽ നടന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.